രഞ്ജിനീസ് ടേസ്റ്റ് ബഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു യാത്ര പോവുകയാണ് കേട്ടോ. അപ്പം ഒരു സ്വപ്നയാത്ര എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം. അപ്പോൾ ആ ആഗ്രഹം സാഫല്യമാകുമ്പോൾ അത് സ്വപ്നയാത്ര തന്നെയാണല്ലോ. കുറച്ച് ദൂരേക്കുള്ള യാത്രയാണ് കേട്ടോ. വാരണാസി, അതുപോലെ തന്നെ കേദാർനാഥ്, ബദ്രിനാഥ്, ഇതാണ് ഞങ്ങളെ മെയിൻ പോകുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് നിന്നാണ് യാത്ര ആരംഭിച്ചിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് പാലക്കാട് വരെ പോയി അതിനുശേഷം പാലക്കാട് നിന്ന് വാരണാസി വരെയാണ് ട്രെയിൻ. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൻ്റെ ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ പോകണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ കുറച്ചൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മുന്നേ പോയിട്ടുള്ള ആളുകളുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് യൂട്യൂബിലിട്ടിട്ടുള്ള വീഡിയോസൊക്കെ കാണുകയും അതുപോലെ പോയിട്ടുള്ള ആളുകളോട് അഭിപ്രായങ്ങൾ തേടുകയൊക്കെ ചെയ്ത ശേഷമാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. എന്നാൽ തന്നെ ട്രിപ്പിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ ഒന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ട്രിപ്പ് തുടങ്ങിയ 3ാമത്തെ ദിവസമായിട്ടേ ഉള്ളൂ ഇന്ന്. അപ്പോൾ ഇന്നാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ട്രിപ്പ് ഫുള്ള് കഴിഞ്ഞ ശേഷമേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മളിപ്പോൾ വാരണാസി എത്തിയ ഇതുവരെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 11 പേര് ആണ് പോയത്. അപ്പോൾ 11 പേർക്കുള്ള ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തു. ഇഡ്ഡലി, കാഞ്ചീപുരം ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. കാഞ്ചീപുരം ഇഡ്ഡലിയൊക്കെ നമുക്ക് 2-3 ദിവസം വരെ കേടാകാതെ ഇരിക്കുന്ന ഇഡ്ഡലിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ തപ്പിയാൽ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. ഇതുപോലെ യാത്രകൾ പോകുന്നവർക്ക് ഇങ്ങനെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയെടുത്ത് കൊണ്ടുപോയാൽ ഒരു കേടുമില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും. അതുപോലെ പുളിയോദര, പുളിസാദം എന്നൊക്കെ പറയുന്ന ആ ഒരു ചോറ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം വരെ ഞങ്ങൾ ആദ്യം അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. 2ാമത്തെ ദിവസം ഉച്ചയ്ക്ക് ഞങ്ങൾ അത് തന്നെയാണ് കഴിച്ചത്. അപ്പോൾ നമ്മൾ 2 ദിവസം ഫുള്ളായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനുള്ളതുണ്ടായിരുന്നു. 2ാമത്തെ ദിവസം രാത്രിയിൽ മാത്രമേ ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ഇപ്പം സ്വിഗ്ഗിയോ സൊമാറ്റോ അങ്ങനെയുള്ള ആപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് ട്രെയിനിൽ തന്നെ എത്തും. അപ്പം നമ്മളിതിൽ ട്രെയിനിൽ ഒരുപാട് ബോറടികളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഷീട്ടൊക്കെ നമ്മളെ കാർഡ്സൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോയത്. അപ്പം നമ്മളെ സമയം വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്കിപ്പം എപ്പോഴും ഒന്നും ഉറങ്ങാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഉറങ്ങാൻ പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ കാർഡൊക്കെ കളിച്ചിട്ടാണ് നമ്മൾ സമയം കളഞ്ഞത്. എന്താ വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുമ്പോൾ എപ്പോഴും എല്ലാവർക്കും ഇപ്പോൾ മൊബൈൽ എപ്പോഴും നോക്കിയിരിക്കാനോ അല്ലെങ്കിൽ എപ്പോഴും വർത്തമാനം പറഞ്ഞിരിക്കാനോ ഒന്നും സമയം അല്ലെങ്കിൽ മടുപ്പ് വരും. അപ്പം കുറച്ച് നേരം വർത്തമാനം പറയും, പിന്നെ കുറച്ച് നേരം പാട്ട്, അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ യാത്ര തുടർന്നത് കേട്ടോ. അപ്പം അതിലുള്ള കുറേ കാര്യങ്ങളും സംസാരങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ ഞങ്ങളിതിലേക്ക് പോകുന്നതിന് മുന്നേ എടുത്തു വെച്ച സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ മെഡിക്കൽ കിറ്റ്, അതായത് നമ്മൾ പോകുമ്പോൾ നമുക്ക് എപ്പോഴും അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡ്രസ്സ്, അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ഡ്രസ്സുകൾ 5 ജോഡി ഡ്രസ്സാണ് എല്ലാവരും കരുതിയിരുന്നത്. പിന്നെ അതുപോലെ നമുക്ക് വേണ്ടുന്നതായ, അതായത് ഒരു യാത്രയ്ക്ക് വേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുവിധമൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ ലഗേജൊക്കെ ആയിട്ട് അങ്ങനെ യാത്ര തുടർന്നു. അതിനിടയിൽ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്, കുറച്ച് സംസാരങ്ങളുണ്ട്. വീണ്ടും പുതിയ വീഡിയോ, അതായത് നമ്മളെ യാത്ര തുടരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ വീഡിയോ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഓരോ യാത്രകൾ പോകുന്നവർക്ക് ഫോൾട്ടുകളൊക്കെ വന്നിട്ടുള്ള ഫോൾട്ടുകൾ നമ്മൾ അറിയിക്കുന്നതായിരിക്കും എന്താണെന്നുള്ളത്. അത് ഏറ്റവും ലാസ്റ്റ് വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.
എനിക്കല്ലേ എന്തിനു വേറൊരു സൂര്യോദയം സന്ധ്യയല്ലേ മലർവനിയിൽ വെറുതെ എന്തിനു വേറൊരു മധുവസന്തം. പിന്നെ പൈസ ഇവിടെ തിന്നാൻ കൊടുക്കുന്നു. ഇതിന്റെ നമുക്ക് വേറെ നല്ലതും പൈസ കൊടുക്ക് അങ്ങനെ കൊടുത്തോ നോക്കുന്നത്. ഇത് വേണ്ടേ? നമ്മള് കുഞ്ഞാളിക്ക് ഓളം ഇത് വേണ്ടേ? അവല് ഇത് വേണ്ട രാജേട്ടനെ? എന്ന് എടുക്കണം വേറെ പറഞ്ഞില്ലേ? വെച്ച് ആർക്കറിയാം, അവര് വന്നിട്ടേ ഇല്ലല്ലോ. അതിന് മറ്റേ ബ്രെഡില്ലേ, ഇത്രയും സമയം ഇത്രയും സമയം അടി പിടിച്ചിട്ടാ സ്റ്റേഷനല്ല, നാഗ്പൂർ സ്റ്റേഷൻ എത്തുന്നേ ഉള്ളൂ. അത് 7:30 എത്തുള്ളൂ പോലും. 7:45 ലേറ്റ്. ഒന്നുമില്ല, വടയും ചട്ടണി ഒന്നുമില്ല. ഇല്ല അവിടെ ഞാടെ വല്ലതുണ്ടോ അറിയില്ല എന്നാണ്. നാഗ്പൂർ ഇറങ്ങുമ്പോൾ മഴക്കാറാ അല്ല അല്ലേ ചാ? ഇവിടെ തന്നെ കാപ്പി കുടിക്കുന്നത്. പുറത്ത് കൂടുതൽ ഓപ്ഷൻ. കേരളത്തിലെല്ലാം വളഞ്ഞല്ലേ ട്രാക്ക്, പിന്നെ ഒന്നും ഫുൾ സെറ്റ്. നമ്മൾ പിന്നെ ഇറങ്ങി സപ്പോർട്ട് എടുത്ത് എങ്ങനെ പോകുന്നു, അല്ലാണ്ട് ഞങ്ങൾ ട്രെയിനിൽ നിന്നൊരു ഫാമിലിയെ പരിചയപ്പെട്ടു. അവർ എറണാകുളത്ത് നിന്ന് കയറിയ ഫാമിലിയാണ്. അച്ഛനും അമ്മയും മോളും. അവരുടെ മോൻ ഇവിടെ വാരണാസിയിൽ പഠിക്കുവാണ്. അപ്പം അങ്ങനെ അവർ വാരണാസിക്ക് വരുവാണ്. അത് ഇവിടെ വാരണാസിയും കാണാം, അതുപോലെ അയോധ്യയിലും പോകാമെന്നുള്ള ഇതിലാണ് അവരും ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളും അവരും കൂടി നല്ല കമ്പനിയായി ഫുഡൊക്കെ ഷെയർ ചെയ്ത്, അതുപോലെ ഞങ്ങൾ ഷീറ്റ് കളിക്കുമ്പോൾ അല്ല സിനിമ പേരോ കളിക്കുമ്പം അവരും കൂടെ കൂടി അങ്ങനെ അടിപൊളിയായി. വലിയ ഹോട്ടലുണ്ട് കേട്ടോ. ഹിന്ദിയിലോ? ആ ഇത് അയാൾ ലേശം നാരങ്ങ, കുറച്ച് നല്ല നാരങ്ങ കണ്ടിട്ട് അടിപൊളി ഉണ്ട് കേട്ടോ. ഒന്നുമില്ലേ? പിന്നീട് ഭക്ഷണമില്ല. ഈ സുധീഷേട്ടൻ കാണിക്ക പോലെ കാണിക്കരുത് കേട്ടോ. എന്തൊക്കെ ഐറ്റംസ് ആണ് നോക്കണം. ഹോട്ടലിൽ കിട്ടുമെന്ന് ഇത്ര ഐറ്റംസ് എന്റെ കാല കാണുന്നു. ആ ഇതാ ഓറഞ്ചിന്റെ ഉണ്ട്.
നാഗ്പൂർ ഓറഞ്ച് മരേ കാണാനുള്ളൂ, കായൊന്നുമില്ല. പക്ഷെ എന്തായാലും പച്ചക്കറി ഒക്കെ ഉണ്ട്. പശുമ്പ അമ്മേ ശരിക്കും മേടിച്ചു ഇതാ വലിയ നാരങ്ങത്തോട്ടം. ഓളിപ്പോഴും അതിന് മുക്തായില്ല, വരുന്നുണ്ട്. ഞാൻ അതിനെക്കാട്ടി വലിയ പാമ്പ് വിറയ്ക്കുന്നുണ്ടോ നോക്ക്, നോക്ക് വിറയ്ക്കുന്നുണ്ടോ നോക്ക്. വെള്ളപ്പം ഉണ്ടെങ്കിൽ ഒന്നും അറിയില്ല. ഭക്ഷണം 3 ദിവസം നമ്മൾ കഴിക്കുന്നില്ലേ? ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായോണ്ട ശരിക്കും പൊറ്റുന്നു. കാരണം തരുമോ, രാവിലെ ഈ സമയത്തിനും മറ്റേ ഇവിടെ പോയിട്ട് ചായ ഒരു വടി അടിച്ചിട്ട് കുറച്ചേക്ക് താങ്ങി അതിലേക്ക് 10 മണി ട്രെയിനിൽ കറണ്ട് പോയി. അല്ല ഇതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട്, റീച്ച് കിട്ടും. സുധീഷേട്ടനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. നിങ്ങൾ വീഡിയോ എടുക്കുന്നില്ല ഉണ്ടോ? എടുക്കുന്നില്ല അപ്പോഴേക്കും കട്ടാക്ക്. കഴിഞ്ഞ ജ്യൂസ് തരാം കേട്ടോ. പെടലി ഉളുക്കി വായു അടയുന്നു. ഇതെന്തോ നമ്മളാരോ നിർബന്ധിച്ച പോലെ ഉണ്ടല്ലോ. ഒരു നിർബന്ധമില്ല, ഇത് വേറെ ആരും. എങ്ങനെ മുറിച്ചു തന്നാലും കഷ്ടപ്പെട്ട് കഴിക്കണ്ട വിചാരിച്ചിട്ട് മുറിച്ച് കട്ടി കുറച്ച് തന്നപ്പോ അതിന് കുറ്റം. ആനേന്റെ ചെവി. രാജേട്ടനായതുകൊണ്ട് ഒന്നും മിണ്ടുന്നില്ല ഇപ്പം. ഏതായാലും നമുക്ക് മുന്നില്ല. വെട്ടി തുലക്കി കളി വാച്ച് ചെയ്യാനൊരു സെക്യൂരിറ്റി അവിടെ നിൽക്കുന്നുണ്ട്. കളി കള്ളത്തരം കളിക്കുന്നുണ്ടോ അറിയാനേ സെക്യൂരിറ്റി. അങ്ങനെ തന്നെ 3, 2, 5, 6 ഇത് മറന്നു പോവില്ലേ? അല്ല അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് നടക്കാൻ സ്ഥലമുണ്ടോ അറിയാമല്ലോ. ആ ഓക്കെ. ഇനി വരാണ്ടല്ലോ. ഇവിടുത്തെ തിരക്ക് നോക്കുന്നു. ഞാൻ തിരക്കാൻ നോക്കിയത് ഈ ആൾക്കാരൊക്കെ എവിടേക്കാണ് പോകുന്നത്? പേടിയാവുന്നു കണ്ടിട്ട് നോക്കാം ആൾക്കാർ നോക്ക്. ആ
അടിച്ചോണ്ട് പോകാൻ നോക്കണേ. എടാ ഇവിടെ തന്നെ പ്രീമിയം ടൂറിസ്റ്റ് ലോഞ്ച് ഉണ്ടതാ, നീ പറഞ്ഞില്ലേ ഉണ്ടാവുന്ന. എൻ്റെ മോനെ അതെ എടാ അവര് സമ്മതിക്കണ്ടേ, അവരിപ്പോ നമ്മള് പറയുന്ന പൈസയ്ക്കും പറ്റണ്ടേ. ഏതോ അള്ളിയിലേക്ക് പോകുന്ന പോലെ ഉണ്ടല്ലേ. അയ്യോ അതാരെ കളഞ്ഞ കുപ്പി. കാണൂലല്ലോ, ഞാനിത് ശ്രദ്ധിക്കുന്നില്ല. നമ്മളെ ഫോണിന്റെ ലോക്കിലായി പോയില്ലേടാ. നല്ല പുഴയൊക്കെ കാണുമ്പോ ഇങ്ങനെ ഒരു സന്തോഷം അല്ലേ. അല്ല നിങ്ങളൊക്കെ ഇതിലുള്ള ആൾക്കാരല്ലേ പുഴ നോക്കുന്നു. ഹായ് ഹായ് ഹായ്. കാണൂലല്ലോ, ഞാനിത് ശ്രദ്ധിക്കുന്നില്ല. നമ്മളെ ഫോണിന്റെ ലോക്കിലായി പോയില്ലേടാ. നല്ല പുഴയൊക്കെ കാണുമ്പോ ഇങ്ങനെ ഒരു സന്തോഷം അല്ലേ. അല്ല നിങ്ങളൊക്കെ ഇതിലുള്ള ആൾക്കാരല്ലേ പുഴ നോക്കുന്നു. ഹായ് ഹായ് ഹായ്. മേത് കൂടെ ഇല്ല എന്ന സാധനം അഞ്ച് ചോറ് 5 പുലാവ്. അടിച്ചോണ്ട് പോകാൻ നോക്കണേ.
എടാ ഇവിടെ തന്നെ പ്രീമിയം ടൂറിസ്റ്റ് ലോഞ്ച് ഉണ്ടതാ, നീ പറഞ്ഞില്ലേ ഉണ്ടാവുന്ന. എൻ്റെ മോനെ അതെ എടാ അവര് സമ്മതിക്കണ്ടേ, അവരിപ്പോ നമ്മൾ പറയുന്ന പൈസയ്ക്കും പറ്റണ്ടേ. തിലബന്ധേശ്വർ ടെമ്പിൾ, ബേൽപൂർ, വാരണാസി, അവിടെയാണ് ഞങ്ങൾക്ക് ഫ്രഷപ്പ് ചെയ്യാനുള്ള സൗകര്യം കിട്ടിയത്. അത് ശങ്കർജി എന്ന് പറഞ്ഞ ഒരാളാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നത്. അദ്ദേഹം അവിടെ ആ അമ്പലത്തിൽ പൂജ കഴിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നാട് കേരളത്തിലാണ്, മലയാളിയാണ്. കോഴിക്കോട് ആണ് അദ്ദേഹത്തിൻ്റെ വൈഫ് ഹൗസ്. അങ്ങനെയാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. അദ്ദേഹം ഹസ്ബൻഡിൻ്റെ അമ്പലത്തിൽ വന്നപ്പോൾ പരിചയപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തിട്ടാണ് നമുക്ക് സൗകര്യം കിട്ടിയത്. അത് വളരെ ഉപകാരമായി.